ഹായ് ആൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും കാത്തിരുന്ന സയന്റിഫിക് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അതായത് കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടുള്ള MSc കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് സയന്റിഫിക് ഓഫീസർ എന്നുള്ളത്. ഇത് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിലേക്കാണ് നിങ്ങളുടെ നിയമനം വരുന്നത്. അതായത് ഒരു കെമിസ്ട്രി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും MSc ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കെമിസ്ട്രി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന നല്ലൊരു തസ്തികയാണ് ഇത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. നമുക്ക് ഈ നോട്ടിഫിക്കേഷന്റെ വിശദവിവരങ്ങളിലേക്ക് പോകാം. ആദ്യമായിട്ട് ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 185/2025 എന്ന നമ്പറിലാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കെമിക്കൽ എക്സാമിനേഴ്സ് ലാബറട്ടറി എന്ന് പറയുന്ന ഒരു വിങ്ങിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പോസ്റ്റിന്റെ പേര് സയന്റിഫിക് ഓഫീസർ എന്നുള്ളതാണ്. ഇതിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 51,400 രൂപ മുതൽ 1,10,300 രൂപ വരെ ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തികയാണ് ഈ വന്നിരിക്കുന്നത്. അതായത് ഒരു ഉയർന്ന പേ സ്കെയിൽ തന്നെ നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ വേക്കൻസികൾ എന്ന് പറയുന്നത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ്. അതായത് വേക്കൻസികൾ വരാൻ പോകുന്നേ ഉള്ളൂ എന്നാണ്. എന്ന് കരുതി നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവേണ്ട. അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തിക തന്നെയാണ് ഇത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും ഏജ് ലിമിറ്റ് ആണ്, എത്ര പ്രായം വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ്. ജനറൽ കാറ്റഗറിക്ക് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. എന്നാൽ SC ST OBC മുതലായ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ്. OBC വിഭാഗങ്ങൾക്ക് 3ഉം SC ST വിഭാഗങ്ങൾക്ക് 5 വീതവും ഈ ഒരു പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ്. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന യോഗ്യത എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയും ഇതാണ്. അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യത എന്ന് പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ കെമിസ്ട്രി ആണ്, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഇക്വലന്റ് ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി ഓർ ഫോറൻസിക് സയൻസ് ഓർ ബയോകെമിസ്ട്രി അപ്രൂവ്ഡ് ബൈ ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഒബ്റ്റൈൻഡ് ആഫ്റ്റർ ദ റെഗുലർ കോഴ്സസ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കരസ്ഥമാക്കിയിരിക്കുന്ന 50% മാർക്കിൽ കുറയാത്ത കെമിസ്ട്രി, ബയോകെമിസ്ട്രി, ഫോറൻസിക് സയൻസുമായി ബന്ധപ്പെട്ട ഒരു മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ നിങ്ങൾക്ക് 50% കുറയാത്ത മാർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ ഒരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന് മാത്രമേ, അതായത് ചുരുങ്ങിയ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റൂ എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഏതൊക്കെ പോസ്റ്റുകളാണ് ഇതിന് തത്തുല്യമായി വരുന്നത് എന്നുള്ളതാണ്. കേരള PSCയുടെ വെബ്സൈറ്റ് പ്രകാരം MSc കെമിസ്ട്രിക്ക് ഇക്വലന്റ് ആയിട്ട് അവർ പറയുന്നത് MSc അനലിറ്റിക്കൽ കെമിസ്ട്രി, MSc മെഡിക്കൽ ബയോകെമിസ്ട്രി, MSc കെമിസ്ട്രി ഓർ ഓർഗാനിക് കെമിസ്ട്രി, BSc MSc ഇന്റഗ്രേറ്റഡ് കെമിസ്ട്രി, BSMS ബാച്ചലർ ഓഫ് സയൻസ്, മാസ്റ്റർ ഓഫ് സയൻസ്, അതും കെമിസ്ട്രിയിൽ തന്നെ. ഇനിയും PhD ഇൻ സയൻസ്, അതിലും കെമിസ്ട്രി മസ്റ്റാണ്. ഈ മേഖലയിലുള്ളവർക്കെല്ലാം ഈ ഒരു പോസ്റ്റിലേക്ക് ഇക്വലൻസി വെച്ച് അപ്ലൈ ചെയ്യാവുന്നതാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി പറയുവാനുള്ളത് അവസാനം നടന്ന പരീക്ഷയുടെ അസസ്മെന്റ് ആണ്. ഇത് പ്രകാരം അവസാനമായിട്ട് ഈ എക്സാമിനേഷൻ നടന്നത് 2019 നോട്ടിഫിക്കേഷൻ പ്രകാരമാണ്. അന്ന് ഈ ഒരു പോസ്റ്റിലേക്ക് വിളിച്ച കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 308/2019 എന്ന നമ്പറിലാണ്. ഇതിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 1/2/2022 ഇത് പ്രകാരം അന്ന് കട്ട് ഓഫ് ആയി വന്നത് 26.67 ആണ്. ചെറിയൊരു മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത്. ഇനി മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 40.67 മാർക്ക് മാത്രമാണ്. ഇനിയും അഡ്വൈസ് പോയത് നിലവിൽ 6 പേർക്കാണ്. ഇനിയും നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഇൻ മെയിൻ ലിസ്റ്റിൽ ഏതാണ്ട് 30 പേരോളം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ മുമ്പിൽ എന്താണ് പ്രധാനമായിട്ടുള്ള കടമ്പ? പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു പരീക്ഷ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നും ഏത് രീതിയിൽ ഈ പരീക്ഷ ഓവർകം ചെയ്യണമെന്നും നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാക്കുന്നതിനും സമയബന്ധിതമായിട്ട് നിങ്ങളുടെ കണ്ടന്റുകൾ പഠിച്ചു തീർത്ത് കേരള PSCയുടെ ഒരു ഉയർന്ന റാങ്കിൽ എത്തുക എന്ന നിങ്ങളുടെ ലക്ഷ്യം സാധ്യമാക്കുന്നതിന് ഏണസ് അക്കാഡമി നിങ്ങൾക്കായിട്ട് ഒരു വെബിനാർ തയ്യാറാക്കിയിരിക്കുന്നു. പരീക്ഷയുടെ എല്ലാ വശങ്ങളും മനസ്സിലാക്കുന്നതിനും സ്മാർട്ട് വർക്കിലൂടെ എങ്ങനെ ഈ ഒരു എക്സാമിനേഷനെ അനായാസം ക്രാക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഈ വെബിനാറിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഈ വരുന്ന ഓഗസ്റ്റ് 2-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ് നമ്മൾ ഈ വെബിനാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു വെബിനാറിൽ എല്ലാവരും നേരിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു വെബിനാറിലൂടെ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ഒപ്പം തന്നെ നിങ്ങളുടെ വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനും കൃത്യമായി നിങ്ങൾക്ക് വഴി തുറക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഒപ്പം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ വെബിനാറിൽ പങ്കെടുക്കാനുള്ള അവസരം ഉറപ്പാക്കുക. ഈ വെബിനാർ തികച്ചും സൗജന്യമാണെന്ന് ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പരീക്ഷ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈകളിലേക്ക് സെറ്റാക്കി എടുക്കാനുള്ള അവസരം കൂടിയാണ് കൈവരുന്നത്. അപ്പൊ എല്ലാവരും ഈ വെബിനാറിൽ പങ്കെടുക്കുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ പഠനത്തിന്റെ കാര്യമാണ്. നിങ്ങളുടെ പഠനം കൃത്യമായ ദിശയിൽ മുമ്പോട്ട് പോകുന്നതിനായി ഏറ്റവും
കൃത്യമായ ഒരു പഠനമാർഗം അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല ഓപ്ഷനാണ് ഏണസ്റ്റ് അക്കാഡമി. ഏണസ്റ്റ് അക്കാഡമിയിൽ സയന്റിഫിക് ഓഫീസറിന്റെ കോഴ്സ് ലഭ്യമാണ്. നിങ്ങളുടെ പഠനം ശരിയായ ദിശയിലാകുവാൻ എത്രയും പെട്ടെന്ന് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠനം ഇപ്പോൾ തന്നെ തുടങ്ങുക. കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കൂടുതൽ അറിയുന്നതിനുമായി താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.